എല്ലാവർക്കും നമസ്കാരം. സായിരാം. നമ്മുടെ വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മള് കോ നാമ ബന്ധ എന്ന ഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബന്ധം എന്നാൽ എന്ത്? അതിന്റെ ശ്ലോകം അത്ര അനാത്മന്യഹമിതി മതിഹി ബന്ധ ഏഷോസ്യ പുംസഃ പ്രാപ്തോ ജ്ഞാനാൻ ജനന മരണ ക്ലേശ സമ്പാദ ഹേതുഹു യേനൈവായം ബപുരിതമസത് സത്യമിത്യാത്മബുദ്ധ്യാ പുഷ്യസ്തുക്ഷസ്ത്യവതി വിഷയൈഹി തന്തുവികോശകൃദ്വത്. ഈ ശ്ലോകത്തില് ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കി. ജനന മരണ ക്ലേശ സമ്പാദ ഹേതുഹു എന്നുവരെയാണ് നമ്മൾ നോക്കിയത്. അതായത് ജനനം, മരണം, കഷ്ടതകൾ അതൊക്കെ വരുന്നതിന്റെ കാരണം. ഈ കഷ്ടം ശരീരത്തില് ഞാൻ എന്ന ബുദ്ധിയുള്ളതിനാൽ ആണ് സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ശരീരത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധി വയ്ക്കുന്നത് എന്നൊരു ചോദ്യം. അപ്പൊ അത് അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അപ്പോ അതെങ്ങനെയാ മാറുക? അത് മാറാൻ ഞാൻ ആര് എന്ന് അറിയണം. അപ്പോൾ മാത്രമേ ഞാൻ ശരീരമല്ല എന്നറിയുമ്പോഴേ ഈ ശരീരം വഴി ഉണ്ടാകുന്ന ക്ലേശതകളും കഷ്ടതകളും മാറുകയുള്ളൂ. ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധനം, അറിവില്ലായ്മ എന്ന് അതിനെ പറയാം. ശരിക്കും പറഞ്ഞാൽ ബന്ധം എന്താണ്? അറിവില്ലായ്മയാണത്. കഷ്ടപ്പാട്, വേദന, ഇതൊക്കെ ഈ സംസാരം എന്ന് പറയുന്ന ആ ബന്ധനത്തിൽ വരുന്നത്. അധ്യാസവും അത് തന്നെയാണ്. അപ്പൊ ആചാര്യര് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു നിലയിലാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഇതിലോട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ആത്മതത്വത്തിലേക്ക് അതിനൊരു വഴിയിൽ കൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു നിലയെ പറഞ്ഞു തരും. ആദ്യ വരിയിൽ പറയുന്നു, എന്താ പറയുന്നത്? അറിവില്ലായ്മയെ ബന്ധനം എന്ന് പറയാൻ പറ്റുമോ മുഴുവൻ എന്ന് ചോദിച്ചാൽ അറിവില്ലായ്മയാണ് ബന്ധനം എന്ന് മാത്രം പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആഴ്ന്ന ഉറക്കത്തില് നമ്മൾ ഒന്നും അറിയുന്നില്ല, അറിവില്ലായ്മയിലാണ്, ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് ആഴ്ന്ന ഉറക്കത്തില്. അപ്പോൾ നമുക്ക് വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലല്ലോ, സുഖം മാത്രമാണ്. ആഴ്ന്ന ഉറക്കത്തിൽ കഴിഞ്ഞെണീക്കുമ്പോൾ സുഖമായി ഉറങ്ങി എന്നാണ് പറയുന്നത്. ഒരിക്കലും കഷ്ടപ്പെട്ട് ഉറങ്ങിയെന്നോ വേദന കൊണ്ട് ഉറങ്ങിയെന്നോ ഒന്നും പറയാറില്ല. സുഖമായി ഉറങ്ങി. അപ്പോ അറിവില്ലായ്മ ബന്ധനമാണ് എന്ന് അപ്പൊ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അറിയാതിരിക്കുന്ന ഒരവസ്ഥ, അറിവില്ലായ്മ, അവിടെ സുഖമാണ് തന്നത്, ബന്ധനമല്ല തന്നത്. അപ്പൊ എങ്ങനെയാണ് അറിവില്ലായ്മ ബന്ധനഹേതു എന്ന് പറയുക എന്നൊരു ചോദ്യം അവിടെ വരും. ന്യായമാണ്. പക്ഷേ ശാസ്ത്രം പറയുന്നു ആഴ്ന്ന ഉറക്കം അനർത്ഥത്തിന് കാരണമാണ് എന്ന് പറയാം. ഇത് ഒറ്റ നോട്ടത്തേക്ക് കേൾക്കുമ്പോൾ നമുക്കിത് എന്താ അങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നും. പക്ഷെ ശാസ്ത്രം ഒരിക്കലും തെറ്റ് പറയില്ലല്ലോ. അപ്പൊ ആഴ്ന്ന ഉറക്കം അനർത്ഥത്തിന് കാരണമാണ് എന്ന് പറയും. അതായത് വരാൻ പോകുന്ന ബന്ധനത്തിന് കാരണമത്രേ ആഴ്ന്ന ഉറക്കം. ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ ബന്ധനങ്ങൾ വരാൻ പോകുന്നു. അപ്പൊ അതിനുള്ളൊരു തുടക്കം മാത്രമാണ് ഈ അറിവില്ലായ്മ എന്ന് ഉറക്കത്തിൽ ഉള്ള അറിവില്ലായ്മ. ആഴ്ന്ന ഉറക്കം മോക്ഷമാണോ? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ആഴ്ന്ന ഉറക്കം മോക്ഷമാണെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് മതിയല്ലോ മോക്ഷത്തിന്, വേറൊന്നും വേണ്ട, ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. സ്ലീപ്പിംഗ് പിൽസ് മതി മോക്ഷം കിട്ടാൻ. പക്ഷെ ആഴ്ന്ന ഉറക്കം മോക്ഷമല്ല, അതല്ല മോക്ഷം. കർമ്മബലം നമ്മെ ഉണർത്തും. ഓരോ ഉറക്കം കഴിയുമ്പോഴും കർമ്മഫലം, ഈ ശരീരം കിട്ടിയിരിക്കുന്നത് കർമ്മഫലം കൊണ്ട്, ഇനി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കർമ്മഫലം ഉണ്ടാകുന്നു. അപ്പോൾ ഈ കർമ്മഫലം നമ്മളെ ഉണർത്തും. അനാത്മാവായ ശരീരത്തില് ഞാൻ എന്ന ബുദ്ധി അപ്പോൾ ഉണരുമ്പോ ഒട്ടനെ
അനാത്മാവായ ഈ ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധി ഉദിക്കും. തുടർന്ന് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇതിലെ മൂന്നാമത്തെ വരിയെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഏനൈവായം ബപുരിതമസത് സത്യമിത്യാത്മബുദ്ധ്യ എന്ന് പറയുന്നുണ്ട് അവിടെ. അറിവില്ലായ്മ കൊണ്ടും അതിൻ്റെ ഫലം കൊണ്ടും. അറിവില്ലായ്മ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് ചില ഫലങ്ങൾ ഉണ്ടാവും. അപ്പോ അതുകൊണ്ടും, അതായത് അനാത്മാവിൽ ഞാൻ എന്ന ബുദ്ധി കൊണ്ടും നിത്യമല്ലാത്ത അനാത്മാവിനെ നിത്യം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നിത്യമല്ല, അനാത്മാവ് നിത്യമല്ല നമുക്കറിയാം. അപ്പോ നിത്യമല്ലാത്ത അനാത്മാവിനെ, അതായത് ഈ ശരീരത്തെ നമ്മള് നിത്യം എന്ന് വിചാരിച്ചു കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് വളർത്തുന്നേ? നന്നായി സംരക്ഷിച്ച് അതിനെ വേണ്ട പരിപാലനങ്ങളൊക്കെ ചെയ്ത് വളർത്തുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് അവസാനം എന്താ സംഭവിക്കണേ? അവസാനം മരണം. അതില്ലാതെ പറ്റില്ലല്ലോ, എന്തായാലും മരിച്ചേ പറ്റുള്ളൂ. അപ്പോ അവസാനം മരണവും സംഭവിക്കുന്നു. ഇനി മരിക്കുന്നതിന് മുന്നോ ധാരാളം സങ്കടങ്ങൾ അനുഭവിക്കുന്നു. ഈ ശരീരത്തെ വളർത്തിക്കൊണ്ടുവന്ന എല്ലാവർക്കും ഓരോ തരത്തിൽ ഒരു തരത്തിലുള്ള സങ്കടം ഉണ്ട്. അപ്പൊ ആചാര്യര് അതിനെ വിശദീകരിക്കുകയാണ്. ഏന ഏവ, അതിനാൽ തന്നെ. ഏന ഏവ, അതിനാൽ തന്നെ. ഏതിനാൽ? ഏനേവ ഏന ഏവ അയം ബപുരിതമസത് സത്യമിത്യാത്മബുദ്ധിയ. ഏന ഏവ, അതിനാൽ തന്നെ. ഏതിനാൽ എന്നാൽ അനാത്മാവിൽ ഞാൻ എന്ന ബുദ്ധി വച്ചതിനാൽ. അയം, അതായത് ഈ ജീവൻ, വപുഹു ശരീരം, ഉടൽ അഥവാ ശരീരം, ഇതം വപുഹു ഈ ശരീരം, അസത് ഇത് ശരീരം അസത്താണെന്നാണ് പറയുന്നത്. ഉള്ളതല്ല, നശിക്കും, എന്നുമെന്നും നിലനിൽക്കുന്നതല്ല. അപ്പോ ഉണ്ടല്ലോ, ശരീരമുണ്ടല്ലോ, അങ്ങനെ പറയാൻ പറ്റുമോ? അസത്താണെന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം ഇതെന്നും നിലനിൽക്കുന്നതല്ലല്ലോ, നശിക്കും, ഉറപ്പല്ലേ. ഉണ്ടായതെല്ലാം നശിക്കും. ശരീരം ഉണ്ടായതല്ലേ? ആണ്. അപ്പൊ നശിക്കില്ലേ? നശിക്കും. അപ്പോ അസത്താണോ? ആണ്, അസത്താണ്. ഓരോ ദിവസവും ശരീരം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറി 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 മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിത്യമല്ല. അനിത്യം എന്നതിനെ നമ്മൾ വേറൊരു വാക്കുകൂടെ പഠിച്ചു. മിഥ്യ എന്നൊരു വാക്കുകൂടെ നമ്മൾ പഠിച്ചു. അപ്പോ ശാശ്വതമല്ല, മിഥ്യ എന്നും കൂടെ പറഞ്ഞു. ഏതാണോ ഇടയ്ക്ക് വന്നു പോകുന്നത് അത് മിഥ്യ. വന്നു പോകുന്നു, ശരീരം വരുന്നു, കുറെ നാൾ ജീവിക്കുന്നു, പോകുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും തന്നെ, ചെടി വൃക്ഷലതാദികൾ എല്ലാം അത് വരുന്നു പോകുന്നു എന്നൊരു അവസ്ഥയിലാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരവും അതേപോലെ വന്നു, ഇത് പോകും. പക്ഷേ ഈ ശരീരം നിത്യമാണ്, നിത്യമായിരിക്കും എന്നൊരു ധാരണയിലാണ് ഓരോ ജീവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യ ഇതി ആത്മബുദ്ധ്യ, സത്യമാണ് എന്ന് ഞാൻ ഈ ശരീരം, ഞാൻ എന്ന ഈ ശരീരം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരം എന്ന് വിചാരിക്കുന്നു, ഇത് ഉണ്മ എന്ന് വിചാരിക്കുന്നു, ഇത് സത്യം എന്ന് വിചാരിക്കുന്നു. എന്നിട്ടോ പുഷ്യതി, ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു. പുഷ്യതി, ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു. അവതി, സംരക്ഷിക്കുന്നു. ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എങ്ങനെ? വിഷയൈഹി, വിഷയൈഹി വിഷയങ്ങളാൽ, ഈ ലോകത്തിലെ വസ്തുക്കളെ കൊണ്ട്, ഈ ലോകത്തിലെ വസ്തുക്കളെ കൊണ്ട് ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ശരീരത്തെ രക്ഷിച്ച്. അപ്പോ അതിനകത്ത് എല്ലാ ഇന്ദ്രിയങ്ങൾ വഴിയുള്ള സ്വീകരണവും അതിനകത്ത് വരും. കണ്ണിൽ കൂടി കാണുന്നതും, ചെവിയിൽ കൂടി കേൾക്കുന്നതും, വായിൽ കൂടി ഭക്ഷിക്കുന്നതും, അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നതിനും ശരീരത്തെ സുഖമായി നിർത്തുന്നതിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സങ്കടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വേറൊരു വശം.
പക്ഷെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും സുഖമായിരിക്കാൻ തന്നെ വേണ്ടിയാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ അമിത ഉപയോഗവും ശരിയല്ലാത്ത ഉപയോഗവും എല്ലാം നമ്മളെ കഷ്ടതയിലേക്ക് നയിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തെ നല്ല രീതിയിൽ അലങ്കരിച്ച് സൂക്ഷിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്നു. നന്നായിട്ട് കുളിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു ഈ ശരീരത്തെ. അത് തെറ്റാണോ? ഒരിക്കലുമല്ല. അത് നല്ലത് തന്നെ, അത് വേണ്ടതാണ്. ശരീരത്തെ നന്നായി സംരക്ഷിക്കണം. ശാസ്ത്രം അത് തന്നെയാ പറയുന്നത്. ശരീരം കിട്ടുന്നത് എളുപ്പമല്ല. ശരീരം കിട്ടിയിരിക്കുന്നു, പ്രത്യേകിച്ചും മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു, തിരിച്ചറിവുണ്ടാകണം. ഇപ്പോഴേ അത് കിട്ടുള്ളൂ. മനുഷ്യന് മാത്രമേ സ്വയം പരിവർത്തനത്തിന് വിധേയനാകാൻ പറ്റുള്ളൂ. ലോകത്തിലെ മറ്റു ഒരു ജീവിക്കും തൻ്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. മനുഷ്യന് മാത്രം പറ്റുന്നൊരു കാര്യമാണ് തൻ്റെ ജീവിത രീതിയെ മാറ്റാനും തൻ്റെ സ്വഭാവത്തെ മാറ്റാനും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കാനും അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് സഞ്ചരിക്കാനും പരിവർത്തനത്തിന് മാറ്റത്തിന് സ്വയം വിധേയനാകാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ബാക്കിയുള്ള ജീവികളെല്ലാം അവർ എങ്ങനെയാണോ പിറന്ന് ആ കുലം എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പോകാൻ പറ്റും. എല്ലാ നായ്ക്കളും ഒരുപോലെ, എല്ലാ പൂച്ചകളും ഒരുപോലെ, എല്ലാ മൃഗങ്ങളും ഓരോരോ സ്പെസീസ് അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനേ പറ്റും. അവർക്ക് അവരുടെ ജീവിത രീതിയെ മാറ്റിമറിക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന് അത് സെലക്ട് ചെയ്യാനുള്ള സന്ദർഭം തന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യൻ ജന്മത്തിൽ കൂടിയാണ് മോക്ഷം നേടേണ്ടത്. അങ്ങനെ മനുഷ്യന് മാറാൻ സാധിക്കും. മാറി മോക്ഷത്തിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് നേടാൻ സാധിക്കും. അതെല്ലാം അനുസരിച്ച് ജീവിച്ച് മോക്ഷം നേടാൻ സാധിക്കും. അത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയ മഹത്വവും. അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തെ, മനുഷ്യജന്മം കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ നന്നായി സൂക്ഷിക്കണം. നല്ല ഭക്ഷണം കൊടുത്ത് നന്നായിട്ട് വളർത്തണം. വേണ്ട എന്നല്ല ശാസ്ത്രം പറഞ്ഞത്. പക്ഷേ എവിടെയാ കുഴപ്പം? എന്താണപ്പോ ഈ പറഞ്ഞതിന്റെ പ്രശ്നം? ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കുഴപ്പം. ശരീരത്തെ നോക്കണം. ശരിയാണ്, നശിച്ചു പോകും, അറിഞ്ഞുകൊണ്ട് തന്നെ വേണം. നശിച്ചു പോകും, നശിച്ചു പോകാതെ മാക്സിമം കാലം ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ബോഡിക്ക് പറ്റാത്തതൊന്നും, അസുഖം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അതൊക്കെ ചെയ്യണം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കുഴപ്പം. അപ്പൊ എന്ത് വിചാരിക്കും? ഞാൻ നശിക്കുമെന്ന് വിചാരിക്കും, എനിക്ക് മരണമുണ്ട് എന്ന് വിചാരിക്കും. എല്ലാ കാര്യങ്ങളും കുഴപ്പമായി. ഞാൻ സങ്കടപ്പെടും, എന്റെ വേദന എല്ലാം എന്റെ ആയി മാറും. അപ്പോ ഇവിടെ പറയുന്നു, അങ്ങനെ എന്റെ എന്ന് ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ഇവിടത്തെ പ്രശ്നം. അപ്പൊ ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കാതെ ഇത് നശിക്കും. എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഒരു തോണിയാണിത്, അപ്പുറേ കടക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു തോണി മാത്രമാണിത്. ഈ തോണി വെള്ളം കയറാതെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ എനിക്ക് അക്കരയെത്താം എന്ന് വിചാരിച്ചു കൊണ്ട് വേണം ഈ ശരീരത്തെ നോക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് നോക്കും ഈ ശരീരത്തെ. അതിലെ ഭദ്രം കർണേവി സ്വസ്തിന ഇന്ദ്രോ അവിടെ പറഞ്ഞില്ലേ, ഭദ്രം കർണേവി ശൃണുയാമദേവാഹ ഭദ്രം വശ്യേമാക്ഷവർ യജത്രാഹ സ്ഥിരൈരംഗൈ തുഷ്ടുവാകും സസ്തനൂഭിഹി എന്ന് പറഞ്ഞു. എനിക്ക് വിവരിച്ചിട്ടുള്ള കാലം നല്ല രീതിയിൽ ഈശ്വരനെ ഭജിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ ശരീരം നല്ല രീതിയിൽ എന്നെ സഹായിക്കട്ടെ. അപ്പോ അങ്ങനെ തന്നെ വേണം ശരീരത്തെ നോക്കാൻ. ശാസ്ത്രം അത് തന്നെയാ പറയുന്നത്. പക്ഷെ ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്താൽ അവസാനം ദുഃഖത്തിലേക്ക്. കാരണം ഞാൻ മരിക്കുമെന്ന് വിചാരിക്കുമല്ലോ. അപ്പൊ തീർന്നില്ലേ കാര്യം? ഞാൻ മരിക്കുന്നില്ല, അതാണ് ഇവിടെ സത്യം. ആ സത്യം മനസ്സിലാക്കലാണ് മോക്ഷം. സപരിപൂർണ സംതൃപ്തനായിരിക്കുന്നു, എനിക്കൊന്നും സംഭവിക്കുന്നില്ല, എൻ്റെ ഈ ശരീരം പോകുന്നു, അത്ര മാത്രം. ഇതെനിക്ക് കിട്ടിയതാണ്, ഇതിനി എൻ്റെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോ മോക്ഷം എന്ന ലക്ഷ്യം നേടാൻ ശരീര ആരോഗ്യം വേണം, സംശയമില്ല. പക്ഷേ സാധാരണ നാം എല്ലാം ചെയ്യുന്നത് എന്താണ്? പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ ചിന്തയ്ക്കല്ല, ഭോഗത്തിനാണ്. ഭോഗം മീൻസ് സുഖാനുഭവം, ഇന്ദ്രിയ സുഖ അനുഭവത്തിനാണ് നമ്മൾ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ശരീരത്തെ നല്ല രീതിയിൽ സൂക്ഷിക്കുമ്പോൾ
ഇനിയും എനിക്ക് കുറെ കാലം സുഖഭോഗങ്ങൾ അനുഭവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ശരീരത്തെ സംരക്ഷിക്കുന്നത്. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് ധാരാളം സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പോകാം, നല്ല ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സുഖഭോഗങ്ങൾ അനുഭവിക്കാം. എല്ലാവരെ ഏത് എന്റർടൈൻമെന്റും ഈ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോ ആ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് ഈ സുഖഭോഗങ്ങളെ അനുഭവിക്കാനാണ് ഈ ആരോഗ്യത്തെ ഉപയോഗിക്കുന്നത്. അവിടെയാണ് തെറ്റ്. മഹാന്മാരങ്ങനെയല്ല, വലിയ വലിയ ഗുരുക്കന്മാരങ്ങനെയല്ല. അവർക്ക് ഈ ശരീരം നിലനിർത്താനുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ആ ശരീരത്തെ മോക്ഷപ്രാപ്തിക്കുള്ള സാധനയ്ക്കുള്ള ഉപകരണമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവിടെയാണ് രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ടോ ഈ സുഖം നിത്യമാണോ? അല്ല, ഈ സുഖം അനിത്യമാവും. കാരണം നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ധാരാളം ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അസുഖങ്ങള് ഈ ഭക്ഷണം മൂലം തന്നെ അസുഖങ്ങൾ ഉണ്ടാവും. കാരണം അങ്ങനൊരു സ്വഭാവം വന്നിട്ട് വീണ്ടും ഏത് പ്രായത്തിലും ഒരേപോലെ ഭക്ഷണം കഴിക്കുന്ന രീതി തുടരും. അങ്ങനെ വരുമ്പോ അത് അസുഖത്തിലേക്ക് നയിക്കും. നമ്മളെല്ലാവരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഭക്ഷണത്തിൽ കൂടെയാണ് എല്ലാ അസുഖങ്ങളും ഉണ്ടായത്, ഒരു സംശയമില്ല. പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഇവിടെ പറയുന്നു അങ്ങനെയല്ല, നിയന്ത്രിക്കണം, ആ ഒരു അറിവ് വേണം. അപ്പൊ ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ച് ഇങ്ങനെ അലങ്കരിച്ച് സൂക്ഷിച്ചു കൊണ്ട് നടന്ന് അവസാനം എന്താകും? അതിന് ഒരു ഉദാഹരണം പറയുന്നു ഇവിടെ. അതാണ് അടുത്ത വരിയിലുള്ള തന്തുഭികോശകൃദ്വത് സത്യമിത്യാത്മബുദ്ധ്യ പുഷ്യത്തുക്ഷത്യപതി വിഷയൈ തന്തുഭികോശകൃദ്വത് എന്നൊരു തന്തുഭിഹി കോശകൃദ്വത്. കൃത് വത്, അതാണ് കൃദ്വത്. കോശകൃത് എന്ന് പറഞ്ഞാൽ പട്ടുനൂൽപ്പുഴുവിനെയാണ് കോശകൃത് എന്ന് പറയുന്നത്. ഒരു പ്രാണി കോശകൃത്, പട്ടുനൂൽപ്പുഴു. വത് എന്ന് പറയാൻ അതുപോലെ, കോശകൃദ്വത്, പട്ടുനൂൽപ്പുഴുവിനെ പോലെ. തന്തുഭിഹി, നൂലുകളാൽ. തന്തുഭിഹി, നൂൽകളാൽ. പട്ടുനൂൽപ്പുഴു തന്നെ, പട്ടുനൂൽപ്പുഴു അവനവനെ സംരക്ഷിക്കാനായിട്ടാണ് തനിക്ക് ചുറ്റും നൂൽ ചുറ്റുന്നത്. പട്ടുനൂൽപ്പുഴു സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചുറ്റിലും നൂൽ ചുറ്റുന്നത്. സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നൂൽ ചുറ്റി കൂടുണ്ടാക്കി അതിനകത്ത് സുഖമായിട്ടിരിക്കുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? ആ നൂൽക്കൂട് തൻ്റെ തന്നെ അന്ത്യത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. പട്ടുനൂലല്ലേ, അതെടുക്കാൻ വേണ്ടിയിട്ടല്ലേ മനുഷ്യൻ ഇതിനെ ചൂടുവെള്ളത്തിലിട്ട് കൊന്ന് ആ നൂലെടുക്കുന്നത്. അപ്പൊ തൻ്റെ തന്നെ പ്രവൃത്തി തനിക്ക് ആപത്തായി മാറുന്നു. താൻ ഉണ്ടാക്കിയ പട്ടുനൂല് കൊണ്ട് താനൊരു തനിക്ക് ചുറ്റും ഒരു കൂടുണ്ടാക്കി അവസാനം ആ കൂട് എന്തായി? തൻ്റെ അന്ത്യത്തിന് കാരണമായി തീർന്നു. അതുപോലെ വിഷയങ്ങളെ കൊണ്ട് നമുക്ക് നല്ലതാണ്, സംരക്ഷണമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഓരോ വിഷയങ്ങൾ കൊണ്ടും വിഷയസുഖം കൊണ്ട് നല്ലത് 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 എന്ന് ചിന്തിച്ച് ആ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്നു. പക്ഷേ ആ വിഷയങ്ങൾ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നാം മറന്നുപോകുന്നു. ആവശ്യത്തിന് ഭക്ഷണം വേണം, ശരീര ആരോഗ്യത്തോടെ ഇരിക്കണം. എന്നാൽ ഭക്ഷണം കൂടുതലായാലോ ഭക്ഷണം തന്നെ രോഗകാരണമായി തീരുന്നുണ്ട്. പട്ടുനൂൽപ്പുഴു സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നൂൽ ചുറ്റി കൂടുണ്ടാക്കുന്നു. പിന്നീട് ആ നൂൽ തന്നെ തൻ്റെ അന്ത്യത്തിന് കാരണമാകുന്നത് പോലെ നാം ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ച് സംരക്ഷിച്ച് അവസാനം അത് നശിക്കുന്നു. ഇതാണ് സംസാരം. നിസ്സാര കാര്യം. ഇതാണ് സംസാരം. ഞാൻ എന്ന് വിചാരിച്ച് ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന് സുഖഭോഗങ്ങളിൽ മുഴുകി അവസാനം അവനവൻ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നു. ഞാൻ നശിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇതാണ് സംസാരം. എല്ലാ ദുഃഖങ്ങളും എന്റേതെന്ന് വിചാരിക്കുന്നു. അതാണ് സംസാരം. ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്നതിന്റെ ഫലമാണ് ജനന മരണ ദുഃഖങ്ങൾ. അടിവരയിട്ട് മനസ്സിലാക്കുക. ശരീരത്തെ
ഞാൻ എന്ന് വിചാരിക്കുന്നതാണ് ജനന മരണ ദുഃഖങ്ങൾ. ഇതെങ്ങനെയാ ബന്ധനമാകുന്നേ അതറിയണല്ലോ. എങ്ങനെയാ ബന്ധനമാകുന്നേ? അറിവില്ലായ്മ, അജ്ഞാനം മൂലമാണ് ശരീരത്തെ ഞാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അത് നമുക്കറിയാം അല്ലെ? അജ്ഞാനം കൊണ്ടാണ്. ആ ജ്ഞാനം മാറാനാണല്ലോ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോ കയറ്, പാമ്പ് ഉദാഹരണം തന്നെയാണ് വേദാന്തത്തില് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുക. ഇവിടെ കയറാണ് എന്ന് ശരിയായ ജ്ഞാനം ഇല്ലാത്തതിനാലാണല്ലോ പാമ്പാണ് എന്ന് വിചാരിച്ച് ഭയപ്പെടുന്നത്. അവിടെ കിടക്കുന്നത് കയറാണ് എന്ന ശരിയായ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് പാമ്പാണെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നത്. അതുപോലെ ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അനാത്മാവായ ആ ശരീരത്തെ ആത്മാ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് എങ്ങനെ സങ്കടങ്ങൾ വരും എന്നാൽ, ശരീരത്തെയും മനസ്സിനെയും ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ അവയുടെ സ്വരൂപം എന്റെ സ്വരൂപമായി ധരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക ഒന്നുകൂടെ. കയറാണ് എന്ന ശരിയായ ജ്ഞാനമില്ലാത്തതിനാലാണല്ലോ പാമ്പ് എന്ന് വിചാരിച്ച് ഭയപ്പെടുന്നത്. അതുപോലെ ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അനാത്മാവിനെ ആത്മാ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് എങ്ങനെ സങ്കടങ്ങൾ വരും എന്ന് ചോദിച്ചാൽ, ശരീരത്തെയും മനസ്സിനെയും ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ അവയുടെ സ്വരൂപം എന്റെ സ്വരൂപമായി ധരിക്കുന്നു. മനസ്സിന്റെ, ശരീരത്തിന്റെ തന്മ അപൂർണത്വമാണ്. മനസ്സിന്റെ, ശരീരത്തിന്റെ തന്മ അപൂർണത്വമാണ്. പൂർണ്ണമല്ലല്ലോ, അപൂർണത്വമാണ്. കാമം, ക്രോധം, മറ്റു വികാരങ്ങൾ ഇത് അടങ്ങാത്തവയാണ്, പൂർണ്ണമല്ല. ഇതെല്ലാം അടങ്ങാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പൂർണ്ണത്വം കിട്ടുവാൻ വേണ്ടി പ്രവൃത്തിയിൽ ഏർപ്പെടും. ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പൂർണ്ണത്വം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ പ്രവൃത്തിയും പാപമോ പുണ്യമോ നൽകും. ശാസ്ത്രം പറയുന്ന വലിയൊരു കാര്യം. ഓരോ പ്രവൃത്തിയും പാപമോ പുണ്യമോ നൽകും. ഈ പാപപുണ്യഫലം അനുഭവിക്കുവാൻ വീണ്ടും നമുക്ക് ശരീരം എടുക്കേണ്ടി വരും. അതിനാൽ ശരീരത്തിൽ അഭിമാനം വച്ചാൽ ശരീരത്തിന്റെ കുറവുകൾ നമ്മുടേതായി മാറി അതിനായി പ്രവർത്തിച്ച് പുണ്യപാപം സമ്പാദിച്ച് വീണ്ടും ശരീരം എടുക്കേണ്ടി വരുന്നു. ആ ചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇത് എന്തുകൊണ്ടാ? ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ച് എനിക്ക് ഈ ജന്മത്തിൽ എന്റെ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തില് ഞാൻ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫല ത്യാഗത്തോടുകൂടി ഈശ്വരാർപ്പണമായി സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടി എന്റെ ജീവിതത്തിലെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരുന്നാൽ, എന്റെ കടമകളെ നിർവഹിക്കുക മാത്രം, അതിന്റെ ഫലയിച്ഛയില്ലാതെ എന്റെ കടമകളെ നിർവഹിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ, കർമ്മഫല ത്യാഗത്തോട് മുന്നോട്ട് കൂടി പോയാൽ ഈ പാപപുണ്യഫലം അവിടെ വന്നു ചേരില്ല. അപ്പൊ വീണ്ടും ശരീരം എടുക്കുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. പക്ഷെ ശരീരം എന്നെടുത്ത് ശരീരത്തിന്റെ ധർമ്മങ്ങളെ ആത്മധർമ്മമായി തെറ്റിദ്ധരിച്ച് ഞാൻ അച്ഛൻ, ഞാൻ അമ്മ, ഞാൻ ഇന്നാളെന്നൊക്കെ വിചാരിച്ച് അതിൽ സായിരാം.
സായിരാം.